നിമിഷപ്രിയയെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ടോ? അതൊരു ന്യായമായ നടപടിയാണോ? അതൊരു ജീവനല്ലേ? മരിച്ചവർ പോയി, നിമിഷയെങ്കിലും ജീവിച്ചോട്ടെ. ഇങ്ങനെ രണ്ട് തരത്തിലാണ് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ ഒരു കുറിപ്പ് ഇപ്പോൾ ചിന്തിപ്പിക്കുകയാണ്. ഈ കൊലപാതകം ആസൂത്രിതമായിരുന്നില്ലേ? ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധമാണോ? ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? ഇതൊക്കെയാണ് തന്റെ കുറിപ്പിലൂടെ അദ്ദേഹം ഉത്തരം കിട്ടാനായി ചോദിക്കുന്ന ചോദ്യങ്ങൾ. അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിക്കാം. ഇന്നാട്ടിലും വിദേശത്തും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തുകിടക്കുന്നവരോടും നിങ്ങൾക്കിതേ അനുകമ്പയുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് തന്റെ കുറിപ്പ് ശ്രീജിത്ത് പണിക്കർ ആരംഭിക്കുന്നത്. നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല. തന്റെ ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്കുമരുന്ന് കൊടുക്കുന്നു, അയാളുടെ മരണം ഉറപ്പുവരുത്തുന്നു, ശവശരീരം പലതായി വെട്ടിനുറുക്കുന്നു, അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു, ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും, ഏത് കൊലപാതകത്തിലും എന്ന പോലെ. പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നെന്നും പ്രതിരോധ ശ്രമം ആയിരുന്നു എന്നും അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു എന്നുമൊക്കെ വിചാരണാ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ്. പക്ഷെ കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കൊലപാതകം ആസൂത്രിതമായിരുന്നില്ലേ? ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധമാണോ? ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? ഇവിടെ കുറ്റം ചെയ്തില്ലെന്ന് പ്രതി പറയുന്നില്ല. കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന്റെ മാപ്പാണ് ആഗ്രഹിക്കുന്നത്. എന്തിനാണ് മാപ്പ്? അവരുടെ ഒരാളെ ക്രൂരമായി കൊന്നതിന്, ശവശരീരത്തെ അപമാനിച്ചതിന്. ഇപ്പോൾ നടക്കുന്നത് ന്യായം എന്ന ചിന്ത എനിക്കില്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് നാം കാട്ടുന്നില്ല? ഒരു രാജ്യം, പൊതുപ്രവർത്തകർ, മതമേലധ്യക്ഷരൊക്കെ എന്തിനൊരു കുറ്റവാളിയെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കണം? എന്റെ നീതിബോധം ഒരു കൊടും ക്രൂര കൃത്യത്തെ ന്യായീകരിക്കുന്നതല്ല. പ്രതിരോധ ശ്രമം എന്ന വാദം തെളിയിക്കാൻ കഴിയില്ല എന്നതും ഈ കേസിലെ പ്രധാന വിഷയമാണ്. ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാം. സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്തത് തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവർ തന്നെയല്ലേ നമ്മളിൽ പലരും. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. യമനിൽ കൊലക്കേസിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം പറയുന്നത്. കൊല്ലപ്പെട്ട യമൻ സ്വദേശി തലാലിന്റെ സഹോദരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നും സഹോദരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമത്തിലൂടെയും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു എന്ന ഉത്തരവ് പുറത്തുവരുന്നതിന് തൊട്ടുമുൻപാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്തേഹ് മഹ്ദി BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൂരമായ കുറ്റകൃത്യം കൊണ്ട് മാത്രമല്ല, ഏറെ നീണ്ടുനിന്ന നിയമവ്യവഹാരം കാരണവും കുടുംബം ഏറെ പ്രയാസം അനുഭവിച്ചു. അനുരഞ്ജന ശ്രമങ്ങളെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ദൈവത്തിന്റെ നിയമം നടപ്പാക്കണമെന്ന് തങ്ങൾ നിർബന്ധിക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിലും വിഷമമുണ്ട്. എന്ത് തർക്കമായാലും എന്ത് കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നും സഹോദരൻ വ്യക്തമാക്കി. BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തലാലിന്റെ സഹോദരൻ സാമൂഹിക മാധ്യമത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേട്ടതൊന്നും പുതിയതോ ആശ്ചര്യകരമോ അല്ല എന്നും വർഷങ്ങൾക്കിടെ പല മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ തങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. തങ്ങളുടെ ആവശ്യം വ്യക്തമാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. എന്തായാലും ഏത് തരത്തിലുള്ള അനുരഞ്ജനത്തിനും ഞങ്ങൾ പൂർണ്ണമായും വിസമ്മതം അറിയിക്കുന്നു. വധശിക്ഷ നടപ്പാക്കും വരെ ഇതിനെ പിന്തുടരും. എത്ര കാലതാമസം എടുത്താലും ഒരു സമ്മർദ്ദവും പിന്തിരിപ്പിക്കില്ല എന്നുമാണ് സഹോദരന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.